നിസ്സാൻ മൈക്രയാണ്. കംപ്ലൈൻറ്റ് ഓയിൽ ലീക്കാണ് കംപ്ലൈൻറ്റ്. ടൈമിംഗ് കവറിൻ്റെ ഇവിടെ ലീക്ക്. ടൈമിംഗ് കവർ പാക്കിംഗ് അല്ല, ബോണ്ടിങ് ആണ് വരുന്നത്. ഇടയ്ക്ക് ബോണ്ട് ചെയ്യണം. ബോണ്ടിൽ ആദ്യം ഇളക്കേണ്ടത് ടയർ ഇളക്കണം. ഈ സൈഡ് റൈറ്റ് സൈഡ്, ഫ്രണ്ട് റൈറ്റ് സൈഡ് ടയറും ഈ മഡ് ലൈനർ ഇളക്കണം. മഡ് ലൈനർ ക്ലിപ്പാണ് വരുന്നത്. ടയറിൻ്റെ 21ൻ്റെ ബോൾട്ട് 4 ബോൾട്ടാണ് വരുന്നത്. അതിനുശേഷം ഈ ബെൽറ്റ് ഇളക്കണം. വി ബെൽറ്റ്, ഓക്സിലറി ബെൽറ്റ് എന്ന് പറയും, വി ബെൽറ്റ് എന്ന് പറയും. എന്നിട്ട് ഈ ക്രാങ്ക് പുള്ളി ഇളക്കണം. ക്രാങ്ക് പുള്ളിയിൽ 19 ഈ ബോൾട്ട്. ഇത് മോളിൽ നിന്ന് അടിക്കേണ്ടത് എയർ ഫിൽറ്ററാണ്. എയർ ഫിൽറ്ററിൻ്റെ ഇവിടെ രണ്ട് 10 ഉണ്ട്. ഇവിടെ 2 10 ഉണ്ട്. 10 ഇവിടെ ഒരു ക്ലിപ്പും വലിച്ചു വിടണം. പിന്നെ ഇവിടെ ടോട്ടൽ ബോഡിയിൽ വേണം ഒരു 10ൻ്റെ ഒരു ഹോസ് ക്ലിപ്പും കൂടെ ഉണ്ട്, അതിളക്കണം. പിന്നെ ഈ മാൻഫോർഡ് ഇളകണം. മാൻഫോർഡ് ഇങ്ങനെയാണ് വരുന്നത്. ടോട്ടൽ ബോഡി ഇപ്പെടുത്തുകൊണ്ട് ടോട്ടൽ ബോഡിയുടെ 3 നീളമുള്ള 8ൻ്റെ ബോൾട്ടാണ്. ഇതാണ് 8ൻ്റെ ബോൾട്ട്. പിന്നെ ഇവിടെ ഒരു ബോൾട്ട്, ഇവിടെ ഒരു 10ൻ്റെ ബോൾട്ട്. പിന്നെ 4 ബോൾട്ട് ഉണ്ട്. ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന്, അങ്ങനെ 4 ബോൾട്ടാണ് മാനിഫോൾഡിലുള്ളത്. ഇഗ്നിയേറ്റർ ഇളക്കി മാറ്റണം. 3 ഇഗ്നിയേറ്റർ ഉണ്ട്. അത് 3 10ആണ്. അപ്പോൾ അതിളക്കി മാറ്റണം. അതിളക്കി മാറ്റിയിട്ട് ഈ ഷാഡോയിലൊരു കവറുണ്ട്. ഇതാണ് ആ കവറ്. അതിന് ചെക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കവറാണ്. അതിൽ മുകളിൽ 2 8, താഴെ 2 8ൻ്റെ ബോൾട്ടാണ് കാരണം. പിന്നെ അല്ലാതായി സൈഡിലൊരു കവറുണ്ട് ഇവിടെ. അത് വേണത് ഈ കവറാണ് വേണത്. അത് 2 10ആണ്. 2 10ൻ്റെ ബോൾട്ടാണ്. ഇത്ര ഇളക്കി മാറ്റണം. പിന്നെ ഇളക്കി നല്ല വാൾ ഡോറാണ്. ഇനി അടുത്ത് നമുക്ക് വാൾ ഡോർ നോക്കാം. ഇതിൽ വാൾ ഡോർ ഇളക്കിയിട്ടുണ്ട്. വാൾ ഡോറിൻ്റെ 8ൻ്റെ ബോൾട്ടാണ് വേണം. 8ൻ്റെ സെൻറ്ററിലുള്ള 2 നീളം കൂടി 2 ബോൾട്ടാണ്. നീളം കൂടി ഒരു ബോൾട്ടാണ്. താഴെ ഒരു ബോൾട്ടാണ്. 2 ബോൾട്ടാണ് കാരണം. നീളം കൂടി 2 ബോൾട്ട് സെൻറ്ററിൽ. പിന്നെ ഇവിടെയും ഇവിടെ ആയിട്ട് നീളം കുറഞ്ഞത് ഏറ്റവും മീഡിയം ലെവൽ 2 ബോൾട്ട് വരും. ബാക്കിയെല്ലാം 8ൻ്റെ ചെറിയ ബോൾട്ട് കാണുള്ള. പിന്നെ ടൈമിംഗ് കവർ ഇളക്കിയിട്ടുണ്ട്. ടൈമിംഗ് കവറിൻ്റെത് മുകളിൽ ഒരു 4 12ൻ്റെ 13ൻ്റെ ബോൾട്ടുണ്ട്. നീളമുള്ള ബാക്കിയെല്ലാം 10ൻ്റെയാണ് വേണത്. അങ്ങനെയാണ് ഇളക്കേണ്ടത്.